നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ ഇത് ആവശ്യമുള്ളതാണോ, അതോ സത്യമുള്ളതാണോ, അല്ലെങ്കിൽ ഇത് ദയയുള്ളതാണോ എന്നീ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഞാനെന്ന ഭാവമില്ലാതെ ജീവിക്കുക, സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. ഒഴുകുന്ന ജലവും പാറയും ഏറ്റുമുട്ടും, പക്ഷേ ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. കാരണം അതിൻ്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമം കൊണ്ടാണ്. ലോകമെമ്പാടും അതിരുകളില്ലാത്ത സ്നേഹം പ്രസരിപ്പിക്കുക. ഞാൻ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കരുത്. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം നന്നായി വരും എന്നുള്ളത് അസാധ്യമാണ്. ഒരു പ്രവൃത്തി ചെയ്തതിൽ ഖേദിക്കാതിരിക്കുകയും അതിൻ്റെ ഫലമായി സന്തോഷം അനുഭവപ്പെടുകയും ചെയ്താൽ അത് നല്ല പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുക. ചെയ്തതിൽ ഖേദിക്കുന്ന പ്രവൃത്തി, കണ്ണീരിൽ ഫലം വാങ്ങുന്ന പ്രവൃത്തി, അതൊരിക്കലും നല്ല പ്രവൃത്തിയല്ല. തൻ്റെ നന്മകളിലൂടെ തിന്മകൾ മറികടന്നവൻ, ലോകത്തിന് വെളിച്ചമായവൻ, മേഘത്തിൽ നിന്നും പുറത്തു വന്ന പൂർണ്ണചന്ദ്രനെ പോലെയാണ്. ഒരുവൻ തന്നെയാണ് അവൻ്റെ രക്ഷകൻ. നിങ്ങൾ നിങ്ങളെ തന്നെ ഗുണദോഷിക്കുക, സ്വയം പരിശോധിക്കുക. നിരന്തര ബോധത്തിലൂടെ ആത്മരക്ഷ ചെയ്യുന്നവൻ ശാന്തിയിൽ എത്തിച്ചേരും. നമ്മുടെ ആത്മാവിന് പുറത്ത് ശത്രുക്കളില്ല. യഥാർത്ഥ ശത്രുക്കൾ നമ്മുടെ ഉള്ളിലാണ് ജീവിക്കുന്നത്. അതാണ് കോപം, അത്യാഗ്രഹം, വെറുപ്പ്. ക്ഷമിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമാവുക, പക്ഷെ വിഡ്ഢിയാകരുത്. പ്രതികാരത്തിനായി സമയം പാഴാക്കരുത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകൾ ഒടുവിൽ സ്വന്തം കർമ്മത്തെ അഭിമുഖീകരിക്കും.